ഞങ്ങൾ തന്നെ സാഗർ വ്ളോഗ്സിൽ ഒരു വ്ളോഗ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ നാളെ വിഷു അല്ലേ, അപ്പോൾ ഞങ്ങൾ വിഷുവിന് പ്രമാണിച്ച് ഒന്ന് പുറത്ത് പോവുകയാണ്. പുറത്ത് പോകുന്നത് ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു കൃഷ്ണനെ വാങ്ങിക്കാനാണ് ലക്ഷ്യം. ക്ലിയർ ഇല്ലല്ലേ, വെട്ടം വന്നടിക്കുന്ന മുഖത്ത്. അപ്പോൾ ഒരു കൃഷ്ണനെ മേടിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആരെ മേടിക്കാനാ അമ്മി നമ്മൾ പോകുന്നത്? ആരെയാ? ഉറക്കെ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ഈ ചാനൽ ഞങ്ങൾ ആദ്യമായിട്ടോ ഒരു വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കാണും, എല്ലാവരും ഒന്ന് സഹകരിക്കുക. സൗണ്ട് ക്ലിയർ ആയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പം പോകുമ്പോൾ നമ്മൾ റോഡിലേക്ക് കാണുന്ന കാഴ്ചകൾ ഇതിനോടൊപ്പം ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൃഷ്ണനെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കൃഷ്ണനെ വാങ്ങിക്കാനായിട്ട് എത്തി കേട്ടോ. ഇവിടെ കൃഷ്ണൻ ഭയങ്കര തിരക്കാണ്, റോഡിലാണ്, സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട്. ആമി ദാണ്ട നിൽക്കുന്നു. ആമി പിടിച്ചോ. ദാണ്ടേ കൃഷ്ണൻ നിരന്നിരിക്കുന്നു. ഇന്ന് അറിയാമല്ലോ, ചോദിക്കുന്ന വില കിട്ടും അവർക്ക് കേട്ടോ. നാളെ വിഷു ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആളുകളെല്ലാം കൃഷ്ണനെയൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? മുഖത്തലയാണ് കേട്ടോ. മുഖത്തല കേട്ടോ, NSS UPS മുഖത്തല എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ താഴെയാണ് കേട്ടോ. കൃഷ്ണന്മാരിങ്ങനെ തകർന്നിരിക്കുന്നത്. ഒരു കൃഷ്ണനെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 200 രൂപയാണ്. 200 രൂപയാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഉണ്ട് 200 രൂപ. ബാക്കിയുള്ളതൊക്കെ അതിനെക്കാട്ടിയൊക്കെ 280, 300 ആ റേഞ്ചൊക്കെയാണ്. കൃഷ്ണനുമായിട്ട് തിരിച്ചെത്തി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കരിക്കോടുന്ന് ഞങ്ങൾ കൃഷ്ണനെ വാങ്ങിച്ചു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അമ്മരത്ത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ച കേട്ടോ. 200 രൂപ പറഞ്ഞു അവസാനം ഞങ്ങൾ 150 രൂപയ്ക്ക് കള്ളകൃഷ്ണനെ വാങ്ങിച്ചു. നോക്കട്ടെ, കള്ളകൃഷ്ണനെ കാണിച്ച്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കള്ളകൃഷ്ണനെ ഞങ്ങൾ വാങ്ങിച്ചു. ഈ ഓടക്കുഴലുള്ള കൃഷ്ണനെ വീട്ടിൽ വെച്ചാൽ കടം കയറും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ വെണ്ണ എടുക്കുന്ന കൃഷ്ണനെ ഫ്രൂട്ട് വായിക്കുന്ന കൃഷ്ണൻ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തി. ആമിത ഇപ്പം തന്നെ മിക്കവാറും പൊട്ടിച്ചെടുക്കും അത്. ഞങ്ങളുടെ പൂജ. ഓയ് ഓയ് ആണ്ടേ ഞങ്ങളിവിടെ എത്തിയണ്ട. ഞങ്ങൾ നല്ല പൂജാമുറിയിൽ ഞങ്ങൾ കൊന്നപ്പൂവും ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വെക്കണം. ഇപ്പോൾ തൽക്കാലത്തേക്കിനൊരു ഇതായിട്ട് കള്ളക്കണ തന്നെ അവിടെ കൊണ്ടുവയ്ക്കാൻ പോകുന്നു. നിലവിളക്കൊക്കെ തേക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയി. ഈ കള്ളക്കണയെ കൊണ്ട് വെച്ചേ തിങ്കടിങ്.